നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമുക്ക് വിഷു ഫലത്തെയാണ് പരിശോധിക്കേണ്ടത്. 2025 വിഷു മുതൽ വരുന്ന ഒരു വർഷക്കാലമുള്ള വിഷുഫലത്തെയാണ് പറയുന്നത്. നക്ഷത്രഫലമല്ല, പ്രത്യേകമായിട്ടുള്ള വിഷുഫലത്തെ മാത്രമാണ് പറയുന്നത്. ഓരോ നക്ഷത്രക്കാരുടെയും പ്രത്യേകമുള്ള വിഷുഫലത്തെ നമുക്ക് അവതരിപ്പിക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വിഷുഫലം പറയുമ്പോൾ സാമാന്യമായിട്ടുള്ള വിഷുഫലം, ദേവതാഫലം, ആയവ്യയഫലം, കന്തായ ഫലം ഇങ്ങനെയാണ് പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം സാമ്യവും വ്യത്യസ്തതയും ഉണ്ടാകും. വിഷുഫലം പൊതുവായിട്ടുള്ള ഫലമാണ്, അതിനെ ആ രീതിയിൽ കാണുക. നമുക്കിപ്പോൾ അശ്വതി നക്ഷത്രക്കാരുടെ വിഷുഫലത്തെ പറയാം. അശ്വതി നക്ഷത്രക്കാർക്ക് ലോക ബഹുമാനാദി സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. കൂടാതെ ജനപ്രീതിയും വിശേഷ വസ്ത്രാഭരണങ്ങളുടെയൊക്കെ ലഭ്യതയും ഒക്കെ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഗുരുജനങ്ങളുടെയും ബ്രാഹ്മണരുടെയും ഒക്കെ ഇഷ്ടം നേടിയെടുക്കാനും സാഹചര്യമുണ്ട്. വരവും ചെലവും തുല്യമായിരിക്കുക, ചിലപ്പോഴൊക്കെ ഭയം ഉണ്ടാകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുക, എന്നാൽ ചിലപ്പോൾ ഭയം ഉണ്ടാകുക, ഇതൊക്കെയാണ് വിഷുഫലമായിട്ട് പറയേണ്ടത്. ഇപ്പോൾ നമുക്ക് ഭരണി നക്ഷത്രക്കാരുടെ 2025 വിഷു മുതൽ ഒരു വർഷത്തെ വിഷുഫലത്തെ പറഞ്ഞു പോകാം. ഭരണി നക്ഷത്രക്കാർക്ക് എല്ലാവരുടെയും ബഹുമാനങ്ങളും വിശേഷ വസ്ത്രാഭരണാദി ലാഭങ്ങളും ഒക്കെയാണ് ഫലമായി പറയേണ്ടത്. കൂടാതെ ജനപ്രീതി ഉണ്ടാകുന്നതാണ്. മനോദുഃഖവും കുടുംബ സുഖഹാനിയും ഒക്കെ പറയേണ്ടിയിരിക്കുന്നു. കൂടാതെ ചെലവ് വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. സർവത്ര കാര്യങ്ങളിലും വിജയം ഉണ്ടാകാനും ഭരണി നക്ഷത്രക്കാർക്ക് സാഹചര്യമുണ്ട്. ഇപ്പോൾ നമുക്ക് കാർത്തിക നക്ഷത്രക്കാരുടെ 2025 വിഷു മുതൽ ഒരു വർഷത്തെ വിഷുഫലത്തെ പറയാം. കാർത്തിക നക്ഷത്രക്കാർക്ക് ലോക ബഹുമാനാദി സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. ജനപ്രീതി ഉണ്ടാകുന്നതാണ്. വിശേഷ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ ഇവയൊക്കെ ലഭിക്കുന്നതാണ്. പൊതുവെ ഗുണദോഷ സമ്മിശ്ര ഫലമായിട്ടാണ് പറയുന്നത്. വരവും ചെലവും തുല്യമായിരിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. എന്നാൽ സർവത്ര കാര്യങ്ങളിലും വിജയം കൈവരിക്കാനും സാഹചര്യമുണ്ട്. ഇപ്പോൾ നമുക്ക് രോഹിണി നക്ഷത്രക്കാരുടെ 2025 വിഷു മുതൽ ഒരു വർഷക്കാലത്തെ വിഷുഫലത്തെ പറഞ്ഞു പോകാം. രോഹിണി നക്ഷത്രക്കാർക്ക് ലോക ബഹുമാനാദി സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. ജനപ്രീതി ഉണ്ടാകുന്നതാണ്. വിശേഷ വസ്ത്ര ആഭരണങ്ങൾ ഇവയൊക്കെ ലഭിക്കുന്നതാണ്. ബ്രാഹ്മണരുടെയും ഗുരുജനങ്ങളുടെയും ഒക്കെ ഇഷ്ടം നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. വരവ് വർദ്ധിക്കുകയും ചിലവ് കുറയുകയും ചെയ്യുന്ന നല്ല അവസ്ഥയുണ്ടാകും. എന്നാൽ ചിലപ്പോഴൊക്കെ ഭയം ഉണ്ടാകാനുള്ള സാഹചര്യവും ഉണ്ട്. ഇപ്പോൾ നമുക്ക് മകയിര നക്ഷത്രക്കാരുടെ 2025 വിഷു മുതൽ ഒരു വർഷത്തെ വിഷുഫലത്തെ പറഞ്ഞു പോകാം. ആയുധം കൊണ്ടും പശു, പക്ഷി മുതലായ മൂലവും ഒക്കെ ദേഹത്തിൽ മുറിവുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. രോഗം, ആപത്ത് എന്നിവയ്ക്കും സാഹചര്യമുണ്ട്. മനോദുഃഖവും കുടുംബ സുഖഹാനിയും ഒക്കെ ഫലമാണ്. വരവും ചെലവും തുല്യമായിരിക്കുന്ന അവസ്ഥയായിരിക്കും. ചിലപ്പോഴൊക്കെ മനോദുഃഖം ഉണ്ടാകാനും സാഹചര്യമുണ്ട്. എല്ലാ കാര്യത്തിലും കരുതലെടുക്കേണ്ടതാണ്. ഇനി നമുക്ക് തിരുവാതിര നക്ഷത്രക്കാർ 2025 വിഷു മുതൽ ഒരു വർഷക്കാലത്തെ വിഷുഫലത്തെ പറഞ്ഞു പോകാം. തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ആയുധം കൊണ്ടും പശു, പക്ഷി തുടങ്ങിയ നിമിത്തമായി ദേഹത്തിൽ മുറിവുണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. കൂടാതെ രോഗാപത്തുകൾ അനുഭവപ്പെടാനുള്ള സാഹചര്യവുമുണ്ട്. പൊതുവെ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എന്നാൽ ചെലവ് വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. എല്ലാ കാര്യത്തിലും വിജയം കൈവരിക്കാനും സാഹചര്യമുണ്ട്. ഇപ്പോൾ നമുക്ക് പുണർന്ന നക്ഷത്രക്കാരുടെ 2025 വിഷു മുതൽ ഒരു വർഷക്കാലത്തെ വിഷുഫലത്തെ പറഞ്ഞു പോകാം. പുണർന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ച് ആയുധം, പശു, പക്ഷി മുതലായവ മൂലം ദേഹത്തിൽ മുറിവുണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. രോഗാപത്തുകൾ അനുഭവപ്പെടാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. ബ്രാഹ്മണരുടെയും ഗുരുജനങ്ങളുടെയും ഒക്കെ ഇഷ്ടം നേടിയെടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. വരവും ചെലവും തുല്യമായിരിക്കാനുള്ള സാഹചര്യമുണ്ട്. എന്നാൽ ചിലപ്പോഴൊക്കെ ഭയം ഉണ്ടാകേണ്ട സാഹചര്യങ്ങളും ഉണ്ടാകാം. ഇപ്പോൾ നമുക്ക് പൂയ നക്ഷത്രക്കാരുടെ 2025 വിഷു മുതൽ ഒരു വർഷക്കാലത്തെ വിഷുഫലത്തെ പറയാം. പൂയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ജനനേതൃത്വവും മേലധികാരികളുടെ പ്രീതിയും അധികാരപ്രാപ്തിയും സുഖവുമാണ് ഫലം പറയേണ്ടത്. കൂടാതെ മനോദുഃഖവും ചിലപ്പോഴൊക്കെ കുടുംബ സുഖഹാനിയും ഫലമായി പറയണം. വരവ് വർദ്ധിക്കുകയും ചെലവ് കുറയുകയും ചെയ്യുന്ന നല്ല അവസ്ഥയും ഉണ്ടാകും. എന്നാൽ രോഗ സംബന്ധമായിട്ട് പ്രശ്നങ്ങളും ഉണ്ടാകാം. കരുതൽ എടുക്കേണ്ടതാണ്. ഇപ്പോൾ നമുക്ക് ആയില്യ നക്ഷത്രക്കാരുടെ 2025 വിഷു മുതൽ ഒരു വർഷക്കാലത്തെ വിഷുഫലത്തെ പറയാം. ആയില്യ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ജനനേതൃത്വവും മേലധികാരികളുടെ പ്രീതിയും അധികാരപ്രാപ്തിയും സുഖവും ഒക്കെ ഫലമായി പറയണം. ഗുണദോഷ സമ്മിശ്രമാണ് പൊതുവെ ഫലങ്ങൾ. വരവും ചെലവും തുല്യമായിരിക്കാനും സാഹചര്യമുണ്ട്. കൂടാതെ എല്ലാ കാര്യങ്ങളിലും വിജയം നേടാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. ഇപ്പോൾ നമുക്ക് മകൻ നക്ഷത്രക്കാരുടെ 2025 വിഷു മുതൽ ഒരു വർഷക്കാലത്തെ വിഷുഫലത്തെ പറയാം. മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ജനനേതൃത്വവും മേലധികാരികളുടെ പ്രീതിയും അധികാരപ്രാപ്തിയും സുഖവുമാണ് ഫലം പറയേണ്ടത്. ബ്രാഹ്മണരുടെയും ഗുരുജനങ്ങളുടെയും ഒക്കെ പ്രീതി ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. എന്നാൽ ചെലവ് വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. അത് കരുതൽ എടുക്കേണ്ടതാണ്. ചിലപ്പോഴൊക്കെ ഭയമുണ്ടാകുക, മനോദുഃഖം ഉണ്ടാകാനും സാഹചര്യമുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കുക. ഇപ്പോൾ നമുക്ക് പൂരം നക്ഷത്രക്കാരുടെ 2025 വിഷു മുതൽ ഒരു വർഷക്കാലത്തെ സമ്പൂർണ്ണ വിഷുഫലത്തെ പറയാം.
പൂരം നക്ഷത്രക്കാർക്ക് ജനനേതൃത്വവും മേലധികാരികളുടെ പ്രീതിയും അധികാരപ്രാപ്തിയും സുഖവും ഫലമായി പറയണം. കൂടാതെ മനോദുഃഖത്തിനുള്ള സാഹചര്യങ്ങളുമുണ്ട്. ചിലപ്പോഴൊക്കെ കുടുംബ സുഖഹാനിയും ഉണ്ടാകാം. വരവും ചെലവും തുല്യമായിരിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. സർവത്ര കാര്യങ്ങളിലും വിജയം നേടാനും അവസരങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ നമുക്ക് ഉത്രം നക്ഷത്രക്കാരുടെ 2025 വിഷു മുതൽ ഒരു വർഷക്കാലത്തെ സമ്പൂർണ്ണ വിഷുഫലത്തെ പറഞ്ഞു പോകാം. ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ജനനേതൃത്വവും മേലധികാരികളുടെ പ്രീതിയും അധികാരപ്രാപ്തിയും സുഖവും ഫലമായി പറയണം. കൂടാതെ പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ട് തന്നെ ഫലങ്ങളെ പറയണം. വരവ് വർദ്ധിക്കാനും ചിലവ് കുറയുന്ന സന്തോഷകരമായിട്ടുള്ള അവസ്ഥയുണ്ടാകും. എല്ലാ കാര്യങ്ങളിലും വിജയം കൈവരിക്കാനും ഉത്രം നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് അത്തം നക്ഷത്രക്കാരുടെ 2025 വിഷു മുതൽ വരുന്ന ഒരു വർഷക്കാലത്തെ വിഷുഫലത്തെ പറയാം. അത്തം നക്ഷത്രക്കാർക്ക് ജനനേതൃത്വവും മേലധികാരികളുടെ പ്രീതിയും അധികാരപ്രാപ്തിയും സുഖവുമാണ് ഫലം പറയേണ്ടത്. കൂടാതെ ബ്രാഹ്മണരുടെയും ഗുരുജനങ്ങളുടെയും ഒക്കെ പ്രീതി ലഭിക്കാനുള്ള സാഹചര്യമുണ്ട്. വരവും ചെലവും തുല്യമായിരിക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. എന്നാൽ ചിലപ്പോഴൊക്കെ ഭയമുണ്ടാകാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. ഇപ്പോൾ നമുക്ക് ചിത്തിര നക്ഷത്രക്കാരുടെ 2025 വിഷു മുതൽ ഒരു വർഷക്കാലത്തെ വിഷുഫലത്തെ പറയാം. ചിത്തിര നക്ഷത്രക്കാർക്ക് ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. രോഗ ആപത്തുകൾ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. ചിലവ് വർദ്ധിക്കാനും സാഹചര്യമുണ്ട്. കൂടാതെ മനോദുഃഖവും കുടുംബ സുഖഹാനിക്കും സാഹചര്യങ്ങളുണ്ട്. എന്നാൽ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം കൈവരിക്കാനും ചിത്തിര നക്ഷത്രക്കാർക്ക് സാഹചര്യമുണ്ട്. ഇപ്പോൾ നമുക്ക് ചോദ്യ നക്ഷത്രക്കാരുടെ 2025 വിഷു മുതൽ ഒരു വർഷക്കാലത്തെ സമ്പൂർണ്ണ വിഷുഫലത്തെ പറയാം. ചോദ്യ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ധനനഷ്ടം, രോഗാപത്തുകൾ, ചിലവ് വർദ്ധിക്കുക എന്നീ ഫലങ്ങളെ പറയണം. എന്നാൽ ആയവ്യയത്തിൽ വരവും ചെലവും തുല്യമായിരിക്കുന്നതും പറയുന്നുണ്ട്. പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ് ചോദ്യ നക്ഷത്രക്കാർക്ക് വിഷുഫലം. ചിലപ്പോഴൊക്കെ മനോദുഃഖത്തിനും സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. ഇപ്പോൾ നമുക്ക് വിശാഖ നക്ഷത്രക്കാരുടെ 2025 വിഷു മുതൽ ഒരു വർഷക്കാലത്തെ വിഷുഫലത്തെ പറയാം. വിശാഖ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ധനനഷ്ടം, രോഗാപത്തുകൾ, ചെലവുകൾ വർദ്ധിക്കുക എന്നീ സാഹചര്യങ്ങളുണ്ട്. എന്നാൽ ആയവ്യയ ഭയത്തിൽ വരവ് വർദ്ധിക്കാനും ചെലവ് കുറയാനുമുള്ള സാഹചര്യവും പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ബ്രാഹ്മണരുടെയും ഗുരുജനങ്ങളുടെയും ഒക്കെ പ്രീതി ലഭിക്കുന്നതാണ്. പൊതുവെ ചിലപ്പോഴൊക്കെ ഭയമുണ്ടാകുക, മഹാവ്യാധി ഉണ്ടാകുക ഇവയൊക്കെ ഫലമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമുക്ക് അനിഴ നക്ഷത്രക്കാരുടെ 2025 വിഷു മുതൽ ഒരു വർഷക്കാലത്തെ വിഷുഫലത്തെ പറയാം. അനിഴ നക്ഷത്രക്കാർക്ക് സർവാഭീഷ്ട സിദ്ധിയും സൽകീർത്തിയും ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. എന്നാൽ ചിലപ്പോഴൊക്കെ മനോദുഃഖവും കുടുംബ സുഖഹാനിയും പറയേണ്ടിയിരിക്കുന്നു. വരവും ചിലവും തുല്യമായിരിക്കുക, എല്ലാ കാര്യങ്ങളിലും വിജയം നേടാനുള്ള അവസരം ലഭിക്കുക ഇവയൊക്കെയാണ് ഫലം. ഇപ്പോൾ നമുക്ക് തൃക്കേട്ട നക്ഷത്രക്കാരുടെ 2025 വിഷു മുതൽ ഒരു വർഷക്കാലത്തെ വിഷുഫലത്തെ പറയാം. തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് സർവാഭീഷ്ട സിദ്ധിയും സൽകീർത്തിയുമാണ് ഫലം പറയേണ്ടത്. പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വിഷുഫലം. ചിലവ് വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. എന്നാൽ എല്ലാ കാര്യങ്ങളിലും വിജയം കൈവരിക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. ഇപ്പോൾ നമുക്ക് മൂല നക്ഷത്രക്കാരുടെ 2025 വിഷു മുതൽ ഒരു വർഷക്കാലത്തെ വിഷുഫലത്തെ പറയാം. മൂല നക്ഷത്രക്കാരെ സംബന്ധിച്ച് സർവാഭീഷ്ട സിദ്ധിയും സൽകീർത്തിയും ഫലമാണ്. കൂടാതെ ബ്രാഹ്മണരുടെയും ഗുരുജനങ്ങളുടെയും ഒക്കെ പ്രീതി ലഭിക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. പൊതുവെ വരവും ചെലവും തുല്യമായിരിക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. എന്നാൽ ചിലപ്പോഴൊക്കെ ഭയമുണ്ടാകാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. ഇപ്പോൾ നമുക്ക് പൂരാട നക്ഷത്രക്കാരുടെ 2025 വിഷു മുതൽ ഒരു വർഷക്കാലത്തെ വിഷുഫലത്തെ പറയാം. പൂരാട നക്ഷത്രക്കാർക്ക് സർവാഭീഷ്ട സിദ്ധിയും സൽകീർത്തിയുമാണ് ഫലം. എന്നാൽ ചിലപ്പോഴൊക്കെ കുടുംബ സുഖഹാനിയും മനോദുഃഖവും ഫലമാണ്. വരവ് വർദ്ധിക്കാനും ചിലവ് കുറയാനുമുള്ള സാഹചര്യങ്ങളുമുണ്ട്. ചിലപ്പോഴൊക്കെ മനോദുഃഖത്തിനും സാഹചര്യങ്ങൾ വന്നേക്കാം. ഇപ്പോൾ നമുക്ക് ഉത്രാട നക്ഷത്രക്കാരുടെ 2025 വിഷു മുതൽ ഒരു വർഷക്കാലത്തെ വിഷുഫലത്തെ പറയാം. ഉത്രാട നക്ഷത്രക്കാർക്ക് സർവാഭീഷ്ട സിദ്ധിയും സൽകീർത്തിയും ഫലമാണ്. പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ് ഉത്രാട നക്ഷത്രക്കാർക്ക്. വരവും ചെലവും തുല്യമായിരിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. സർവ്വകാര്യങ്ങളിലും വിജയം നേടാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. ഇപ്പോൾ നമുക്ക് തിരുവോണ നക്ഷത്രക്കാരുടെ 2025 വിഷു മുതൽ ഒരു വർഷക്കാലത്തെ വിഷുഫലത്തെ പറയാം. തിരുവോണ നക്ഷത്രക്കാർക്ക് സർവാഭീഷ്ട സിദ്ധിയും സൽകീർത്തിയും ഫലമാണ്. കൂടാതെ ബ്രാഹ്മണരുടെയും ഗുരുജനങ്ങളുടെയും ഒക്കെ പ്രീതി ലഭിക്കാനും സാഹചര്യമുണ്ട്. ചെലവ് വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. കരുതലെടുക്കുക. കൂടാതെ ചിലപ്പോഴൊക്കെ ഭയം ഉണ്ടാകേണ്ട സാഹചര്യങ്ങളും വന്നേക്കാം. ഇപ്പോൾ നമുക്ക് ഔട്ട നക്ഷത്രക്കാരുടെ 2025 വിഷു മുതൽ ഒരു വർഷക്കാലത്തെ വിഷുഫലത്തെ പറയാം. ബന്ധുജനങ്ങളുടെ നഷ്ടം, സ്വജന വിരോധം, അപമാനം, മനക്ലേശം എന്നീ ദോഷഫലങ്ങളാണ് ഔട്ട നക്ഷത്രക്കാർക്കുള്ളത്. കൂടാതെ മനോദുഃഖവും കുടുംബ സുഖഹാനിയും ഒക്കെ ഫലമാണ്. വരവും ചെലവും തുല്യമായിരിക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. എന്നാൽ സർവ്വകാര്യങ്ങളിലും ഏർപ്പെടുന്നതിൽ വിജയം കൈവരിക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. ഇപ്പോൾ നമുക്ക് ചതയ നക്ഷത്രക്കാരുടെ 2025 വിഷു മുതൽ ഒരു വർഷക്കാലത്തെ വിഷുഫലം പറയാം. ബന്ധുജനങ്ങളുടെ നഷ്ടം, സ്വജന വിരോധം, അപമാനം, മനക്ലേശം ഇവയൊക്കെ ഫലമാണ്. കൂടാതെ പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ് പറയുന്നത്. വരവ് വർദ്ധിക്കുകയും ചെലവ് കുറയുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകും. എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങളിൽ കരുതലെടുക്കേണ്ടതുമാണ്. ഇപ്പോൾ നമുക്ക് പൂരിട്ടാതി നക്ഷത്രക്കാരുടെ 2025 വിഷു മുതൽ ഒരു വർഷക്കാലത്തെ വിഷുഫലത്തെ പറയാം.
പുരുഷാദി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ബന്ധുജനങ്ങളുടെ നഷ്ടം, സ്വജനവിരോധം, അപമാനം, മനക്ലേശം ഇവയൊക്കെ ഫലമാണ്. കൂടാതെ ബ്രാഹ്മണരുടെയും ഗുരുജനങ്ങളുടെയും ഒക്കെ പ്രീതി നേടിയെടുക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. വരവും ചിലവും തുല്യമായിരിക്കുന്ന അവസ്ഥയായിരിക്കും. എന്നാൽ ചിലപ്പോഴൊക്കെ ഭയവും മനക്ലേശവും ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. ഇപ്പോൾ നമുക്ക് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ 2025 വിഷു മുതൽ ഒരു വർഷക്കാലത്തെ വിഷുഫലത്തെ പറയാം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ലോക ബഹുമാനാദി സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. വിശേഷ വസ്ത്ര ആഭരണങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. ജനപ്രീതിയും ഫലമാണ്. എന്നാൽ ചിലപ്പോഴൊക്കെ മനോദുഃഖവും കുടുംബ സുഖഹാനിയും സംഭവിച്ചേക്കാം. ചെലവ് വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. എന്നാൽ എല്ലാ കാര്യത്തിലും ഏർപ്പെടുന്നതിൽ വിജയം കൈവരിക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. ഇപ്പോൾ നമുക്ക് രേവതി നക്ഷത്രക്കാരുടെ 2025 വിഷു മുതൽ ഒരു വർഷക്കാലത്തെ വിഷുഫലത്തെ പറയാം. ലോക ബഹുമാനാദി സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. ജനപ്രീതി ഉണ്ടാകുന്നതാണ്. വിശേഷ വസ്ത്രം, ആഭരണം ഇവയൊക്കെ ലഭിക്കുന്നതാണ്. പൊതുവെ രേവതി നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഫലം. വരവും ചെലവും തുല്യമായിരിക്കുന്ന അവസ്ഥയാണ്. ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം കൈവരിക്കാനും സാഹചര്യമുണ്ട്. 27 നക്ഷത്രക്കാരുടെയും സമ്പൂർണ്ണ വിഷുഫലത്തെയാണ് അവതരിപ്പിച്ചത്. ഇത് വിഷുഫലം മാത്രമാണ്. സൂര്യന്റെ മേടൻ രാശിയിലേക്കുള്ള സംക്രമത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് വിഷുഫലം പറയുന്നത്. പ്രത്യേക രീതിയിലാണ് വിഷുഫലത്തെ അവതരിപ്പിക്കുന്നത്. നക്ഷത്രഫലം ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടില്ല. അത് പിന്നീട് നമുക്ക് ഒരു വർഷക്കാലത്തെ നക്ഷത്രഫലത്തെ പറയുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.